ഓം ശാന്തി. ജീവിതത്തിൽ കഷ്ടപ്പാട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരാറില്ല. പലപ്പോഴും ഒന്നിച്ചായിരിക്കും ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. അങ്ങനെയുള്ള കഠിന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അറിയാതെ ഈശ്വരനോട് ചോദിച്ചു പോകും, ഭഗവാനെ, ഞാൻ മാത്രമാണോ നിൻ്റെ പരീക്ഷണശാലയിലെ പരീക്ഷണ വസ്തു എന്നൊക്കെ മനുഷ്യൻ ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ ഒരാൾ അതുപോലൊരു ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നല്ല, പല പ്രശ്നങ്ങൾ ഒന്നിനൊരു സൊല്യൂഷൻ കണ്ടെത്തി സമാധാനമായി എന്ന് വിചാരിക്കുമ്പോൾ ദാ വരുന്നു അടുത്തത് ഇങ്ങനെ നിരന്തരമായിട്ട് കുറച്ച് കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അതിലൊരു ദിവസം അയാൾക്ക് ഒരുപാട് കടുത്ത സാഹചര്യമായിരുന്നു. രാവിലെ അയാൾ അന്ന് എഴുന്നേൽക്കാൻ കുറച്ച് വൈകിപ്പോയി. അലാം അടിഞ്ഞില്ല. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കി ആഹാരമൊക്കെ റെഡിയാക്കി വെച്ച് ഇറങ്ങി ഓടി വണ്ടി പോയി സ്റ്റാർട്ട് ചെയ്യണം. നേരത്ത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അതിന് നോക്കുമ്പോൾ ഒരു വീല് പഞ്ചറായിരിക്കുന്നു. അങ്ങനെ വിഷമിച്ച അയാൾ അവിടുന്ന് ആ സ്കൂട്ടർ അന്ന് എടുക്കുന്നില്ല എന്ന് കരുതി അവിടുന്ന് പോയി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഓഫീസിലെത്തിയ സമയത്ത് ആ തിരക്കിൻ്റെ ഇടയിൽ ചോറിൻ്റെ പാത്രമൊക്കെ റെഡിയാക്കി വെച്ചെങ്കിലും അത് അയാൾ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി മറന്നുപോയി. അവിടെ ചെന്നപ്പോഴാണ് ഓർക്കുന്നത്, ബാഗിൽ പെന്നിന് കൈയിട്ടപ്പോൾ ലഞ്ച് ബോക്സ് കാണുന്നില്ല. അത് കഴിഞ്ഞ് അവിടെ ഓഫീസിൽ ചെന്നപ്പോൾ അന്ന് അയാളുടെ ഫോണ് എന്തെന്നറിയില്ല, വർക്ക് ചെയ്യുന്നില്ല. അയാളുടെ ഒരു കൂട്ടുകാരൻ വിളിച്ച് അയാളുടെ അടുത്ത് വലിയൊരു ഓഫർ പറയാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഫോൺ ഓഫായിപ്പോയി. അതെങ്ങനെ ശ്രമിച്ചിട്ടും ചാർജ് കയറ്റാൻ നോക്കിയിട്ടും ഫോൺ ചാർജ് കിട്ടുന്നില്ല. അന്ന് അയാൾക്ക് ആ ഫോണും കിട്ടിയില്ല. ഉച്ചയ്ക്കാണെങ്കിൽ ആഹാരം കഴിക്കാൻ നേരത്ത് സാരമില്ലെന്ന് ക്യാൻറ്റീനിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. ക്യാൻറ്റീനിൽ ചെല്ലാൻ നോക്കുമ്പോൾ അന്ന് ക്യാൻറ്റീനിലെ ആൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് ക്യാൻറ്റീൻ തുറന്നിട്ടില്ല. അങ്ങനെ പുറത്തുനിന്ന് എവിടുന്ന് ഒരു സാൻഡ്വിച്ച് അയാൾ ഓർഡർ കൊടുത്തു. ഓർഡർ വന്ന് സാൻഡ്വിച്ച് കഴിക്കാൻ നോക്കുമ്പോൾ സാൻഡ്വിച്ചിലെ ഫില്ലിങ് കേടായിരിക്കുന്നു. അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആ ബ്രെഡ് മാത്രം അയാൾ കഴിച്ചു. വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ കൊണ്ട് അയാൾക്ക് എന്തൊക്കെയോ ആയി അന്നത്തെ ദിവസം. ദേഷ്യം സഹിക്കാനായില്ല. ഈശ്വരനോട് ചീത്ത പറഞ്ഞും വിഷമിച്ചും ഒക്കെ ആയിട്ടൊരു ദിവസം കഴിഞ്ഞു. വിചാരിച്ചിരുന്നു വൈകുന്നേരം ഞാൻ വീട്ടിൽ പോയിട്ട് നേസിട്ട് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങണം, അത്രയും ക്ഷീണിച്ചു എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി നോക്കുമ്പോൾ കറണ്ടില്ല, AC വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അന്നത്തെ ദിവസം മുഴുവൻ കഷ്ടപ്പാട് മാത്രം അയാൾക്ക്. രാത്രിയായപ്പോൾ ഈശ്വരനോട് അയാൾ ഉറങ്ങാൻ നേരത്തിരുന്നപ്പോൾ പരാതി പറഞ്ഞു, നിൻ്റെ പരീക്ഷണശാലയിൽ ആകെ ഒരൊറ്റ പരീക്ഷണ വസ്തു ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത്. എന്നും ഒന്നല്ലെങ്കിൽ ഒന്ന് കഷ്ടപ്പാട് നീ എനിക്ക് തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇന്നത്തെ ഒരു ദിവസം പോലെ ഇനി ഒരാൾക്കൊരു ദിവസം ഉണ്ടാവരുത്. ഇത്രയൊക്കെ എന്നെ പരീക്ഷിക്കാൻ വിധം ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ തൻ്റെ പരാതികളും അതിനൊപ്പം ഈശ്വരനോടതായിട്ടുള്ള ദേഷ്യവും പിണക്കവും ഒക്കെ അയാൾ അങ്ങ് പറഞ്ഞു പോവുകയാണ്. പെട്ടെന്ന് അയാൾ അശരീരി ശബ്ദം കേട്ടു ഈശ്വരൻ്റെ, നിൻ്റെ ദിവസം ഞാൻ കേടാക്കിയെന്നാണോ നീ പറയുന്നത്? എന്ത് സംഭവിച്ചു നിനക്കെന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ മുഴുവൻ പറയും. രാവിലെ എഴുന്നേറ്റപ്പോൾ അലാം അടിഞ്ഞില്ല, എഴുന്നേറ്റപ്പോൾ വൈകി, ആകെ റെഡിയാവാൻ വൈകിപ്പോയി, ഇറങ്ങാൻ വൈകി, ചെന്നപ്പോൾ സ്കൂട്ടർ കേടായി, എറ്റ്സെട്ര ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഈശ്വരൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ നിന്നെ ഉപദ്രവിച്ചതാണെന്നാണോ നിൻ്റെ വിചാരം? ഇന്ന് രാവിലെ നീ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിൻ്റെ ഒരു കാലിന് ഉളുക്ക് പറ്റി നിനക്ക് നടക്കാൻ പറ്റാതിരിക്കുമായിരുന്നു. അതുകൊണ്ട് നിൻ്റെ എക്സസൈസ് വേണ്ടാന്ന് കരുതിക്കൊണ്ടാണ് ഇന്ന് ഞാൻ നിൻ്റെ അലാം ഓഫ് ചെയ്ത് കളഞ്ഞത്. ഇന്ന് നീ സ്കൂട്ടർ എടുത്ത് പോയിരുന്നുവെങ്കിൽ ആ സ്കൂട്ടറുമായിട്ട് നിനക്കൊരു ആക്സിഡൻറ്റ് നിനക്കിന്ന് സംഭവിക്കേണ്ടതായിരുന്നു. ദിവസവും എന്നോട് രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്ന നിനക്ക് ഒരപകടം ഉണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ട് നിൻ്റെ സ്കൂട്ടർ ഞാൻ കേടാക്കി. നീ ഇന്ന് ലഞ്ച് ബോക്സിൽ ലഞ്ചും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ ലഞ്ചിൽ നിന്ന് നീ പാക്ക് ചെയ്ത് നീ ചോറെടുത്ത് നോക്കിയോ വൈകുന്നേരം വന്നപ്പോൾ അത് കേടായിട്ടുണ്ടായിരുന്നു. ചെറിയ കേടുള്ള ഫുഡ് നീ സാരില്ല എന്ന് വിചാരിച്ച് കഴിച്ചാൽ നിനക്ക് ഫുഡ് പോയ്സൺ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലഞ്ച് ബോക്സ് ഞാൻ മറപ്പിച്ചത്. അത് കഴിഞ്ഞ ശേഷം ഇന്ന് നിനക്ക് കോൾ വന്ന സമയത്ത് നിൻ്റെ ആ കൂട്ടുകാരനുണ്ടല്ലോ, സോ കോൾഡ് കൂട്ടുകാരനാണ്, അയാൾ നിനക്ക് കോൾ ചെയ്ത് നിന്നെ വിളിച്ചു വരുത്തി നിന്നെ ചതിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അതുകൊണ്ടാണ് നിൻ്റെ ഫോൺ കേടാക്കി കളഞ്ഞത്. അത് കഴിഞ്ഞ് വന്ന് തിരിച്ചു വരുന്ന സമയത്ത് നിനക്ക് കിട്ടിയല്ലോ ആ ഒരു സാൻഡ്വിച്ചിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് കേടായതല്ലേ, നീ ഒട്ടും വിഷമിക്കേണ്ട, ഇന്ന് പട്ടിണി വിധിക്കപ്പെട്ട ദിവസമായിരുന്നു നിനക്ക്, പട്ടിണി ആവണ്ടെന്ന് കരുതിക്കൊണ്ടൊരു സാൻഡ്വിച്ച് തന്നു. അതുകൊണ്ട് ആ കഷ്ടപ്പാടിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് തീർത്തതാണ് ഞാൻ. അതുകൊണ്ട് നിനക്ക് അന്ന് സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് കേടായിപ്പോയി, ഒരു ബ്രെഡ് മാത്രം നിനക്ക് കഴിക്കാൻ കിട്ടിയത്. അപ്പോൾ ചോദിക്കുന്നു, വൈകുന്നേരം വന്നപ്പോൾ എൻ്റെ വീട്ടിൽ കറണ്ട് പോയതോ? കാരണം ഇന്ന് ഷോർട്ട് സർക്യൂട്ടിൽ നിൻ്റെ വീട് കത്തേണ്ടതായിരുന്നു. അത് രക്ഷിക്കാൻ വേണ്ടി ഇന്ന് കറണ്ട് ഇല്ലാതാക്കി. അയാൾ ഉടനെ ഈശ്വരൻ്റെ അടുത്ത് നന്ദി പറഞ്ഞു പോയി, ഭഗവാനെ, ഇത്രയൊക്കെ നീ എനിക്ക് വേണ്ടി സഹായമാണ് ചെയ്തതെന്ന് എനിക്ക് അറിയാനായില്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ്. ഇത് ഞാൻ ഒരു കഥ കേട്ടതാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് സത്യമായിട്ടും അറിയാം,
നിങ്ങൾ വേൾഡ് ട്രേഡ് സെൻറ്റർ 2011 കത്തിയ സമയത്ത് കുറേ ആളുകളുടെ അനുഭവങ്ങൾ ഈശ്വരൻ്റെ കൊച്ചു കൊച്ചു ഇടപെടലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില റൈറ്റിങ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ചിലർ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, വോയിസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറേ കാര്യങ്ങൾ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ആ വേൾഡ് ട്രേഡ് സെൻറ്റർ കത്തുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസിലെ ഒരാൾക്ക് പുതിയൊരു ഷൂ അയാൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഷൂ ഇട്ട സമയത്ത് ആ ഷൂവിൻ്റെ ഉള്ളിൽ കടിച്ചിട്ട്, നമ്മൾ ചെരുപ്പ് കടിക്കാന്ന് പറയില്ലേ, അത് കൂടുതൽ പ്രസ്സായിട്ട് അതിൻ്റെ കാല് പൊള്ളച്ചു. ആ ചെരുപ്പ് വാങ്ങുമ്പോൾ അയാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ചെരുപ്പിട്ടാൽ ഇങ്ങനെ കാല് ടൈറ്റായിട്ട് ഇങ്ങനെ പ്രശ്നം വരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പിൻ്റെ ഓണർ പറഞ്ഞു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അയാളെ ചീത്ത പറഞ്ഞിട്ട് ആ ഷൂ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അയാൾ ആ ഷോപ്പിലേക്ക് പോയത്. അതുകൊണ്ട് അയാൾ ഷോപ്പിലെത്താൻ വൈകിപ്പോയി. ആ വേൾഡ് ട്രേഡ് സെൻറ്റർ കത്തുന്ന സമയത്ത് അയാൾ ആ ഷോപ്പിലുണ്ടായില്ല. അയാളുടെ അനുഭവം എഴുതിയിട്ടുണ്ടായിരുന്നു. വേറൊരാൾക്ക് അയാളുടെ വൈഫിന് പനി വന്നു പോയി. ഓഫീസിലന്ന് അർജൻറ്റ് കാര്യം ഉണ്ടായിരുന്നതാണ്. വൈഫിന് പനി വന്നു പോയത് കൊണ്ട് വൈഫിന് കുറേ വഴക്ക് പറഞ്ഞ് ശരിക്കും ഹെൽത്ത് നോക്കിയില്ല. ഇന്ന് ഇത്രയും തിരക്ക് പിടിച്ച ഓഫീസിൽ നിന്ന് അർജൻറ്റ് മീറ്റിംഗ് ആണ്, അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് കുട്ടീനെ കൊണ്ടാക്കാൻ ഞാൻ പോണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് അയാൾ വഴക്ക് പറഞ്ഞ് എങ്ങനെയൊക്കെയോ കുട്ടിയെ കൊണ്ടാക്കി കുറച്ച് വൈകി എത്താം, സാരില്ല എന്ന് പറഞ്ഞ് പുറപ്പെട്ടതാണ്. അന്ന് അയാൾ ആ കാരണം കൊണ്ട് ആ വേൾഡ് ട്രേഡ് സെൻറ്റർ കത്തിയപ്പോൾ അയാൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ജീവിതത്തിൽ കുറച്ചെന്തെങ്കിലും കഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ, വിഷമങ്ങൾ വരുമ്പോൾ ഒരിക്കലും ഈശ്വരനെ പഴി പറയരുത്. ഒരു പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഒളിപ്പിച്ചു വെച്ചതായിരിക്കുന്ന നമ്മുടെ രക്ഷയ്ക്കുള്ള വലിയൊരു രക്ഷാ കവചം ആ ഒരൊറ്റ അപകടം കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു മോശം ഇവൻ്റ് കൊണ്ട് നിങ്ങൾക്ക് ചുറ്റും ഒരു രക്ഷാ കവചം തീർത്തതായിരിക്കും. അതറിയാത്ത നമ്മൾ എന്തിനാണ് ഭഗവാനെ നീ എനിക്ക് കഷ്ടം തന്നു, ദുഃഖം തന്നു, വിഷമം തന്നു എന്ന് കരുതിക്കൊണ്ട് നമ്മളുടെ നെഗറ്റീവായിരിക്കുന്ന ഫീലിങ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വിടരുത്. ഈശ്വരനോടതായിരിക്കുന്ന സ്നേഹത്തിൽ, നന്ദിയിൽ കുറവുണ്ടാവരുത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈശ്വരനുള്ള വിശ്വാസത്തിൽ അംശം പോലും വ്യത്യാസം ഉണ്ടാവരുത്. നിങ്ങൾക്കുള്ള വിശ്വാസം 100% ആണെങ്കിൽ ഒരു 100% വിശ്വാസത്തോട് കൂടിയിട്ട്, അഥവാ പൂർണ്ണ നിശ്ചയത്തോടു കൂടി എൻ്റെ കൂടെയുണ്ട് ഭഗവാൻ എന്നുള്ള അനുഭവത്തോടു കൂടി നിങ്ങൾ എന്ത് കാര്യം ചെയ്തോളൂ. പുരാണത്തിൽ കഥ പറയുന്നത് ഞാൻ ഓർമ്മിക്കും, പ്രഹ്ലാദൻ്റെ കഥ. പ്രഹ്ലാദന് മലയുടെ മുകളിൽ നിന്ന്, ഭാഗവത്തിലൊരു കഥയാണ് ഭക്ത പ്രഹ്ലാദൻ, മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയാണ് അസുരന്മാർ. ആ ഒരു കൊച്ചു കുഞ്ഞ് നാരായണ നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് താഴേക്ക് വീണു. വീഴുമ്പോൾ അവന് ഉറപ്പുണ്ടായിരുന്നു എന്നെ ഈശ്വരൻ പിടിക്കുക തന്നെ ചെയ്യുമെന്ന്. അതുകൊണ്ട് കടലിലെത്തും മുന്നേ വരുണൻ പൊന്തി വന്ന് ആ കുഞ്ഞിനെ തൻ്റെ കൈകളിലെടുത്ത് താലോലിച്ച് വീണ്ടും തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടാക്കി കൊടുത്തു എന്ന് പുരാണത്തിൽ കഥ പറയുന്നുണ്ട്. പുരാണത്തിൽ ഒരുപാട് കഥകളായിട്ട് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കൊച്ചു കൊച്ചു അനുഭവങ്ങളിലൂടെ ഈശ്വരൻ എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. നിന്റെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിൻ്റെ ഉള്ളിലും നിന്റെ കഷ്ടകാലങ്ങളിലൊക്കെ തന്നെ നിന്റെ രക്ഷകനായിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട്, അഥവാ നിന്റെ കവചമായിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട് എന്ന്. പക്ഷേ ആ കാര്യം മനസ്സിലാക്കാതെ ഞാൻ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭക്തി ചെയ്യുന്നുണ്ട്, ഈശ്വരനെ സമർപ്പിക്കുന്നുണ്ട്, പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് മടുത്തു പോകുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന ശക്തി ഇല്ലാതെയാവും. ഇത് നമ്മുടെ പവർഫുൾ നെഗറ്റീവ് തിങ്കിങ് ആണ്. ഈ പവർഫുൾ നെഗറ്റീവ് ആയിരിക്കുന്ന തിങ്കിങ്ങിനെ, അഥവാ വേണ്ടാത്ത മോശമായിരിക്കുന്ന വിചാരധാര, അത് തീർച്ചയായിട്ടും സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ വന്നേക്കാം. പക്ഷെ അടുത്ത നിമിഷം അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് പവർഫുൾ ആയിരിക്കുന്ന ശക്തിയായ സങ്കല്പം ക്രിയേറ്റ് ചെയ്യുക. ഈശ്വരൻ ഈ ലോകത്തെ സർവ്വജീവാത്മാക്കൾക്കും മംഗളം മാത്രം ആഗ്രഹിക്കുന്നവനാണ്. എന്ത് നടക്കുന്നുണ്ടോ അതിലാണ് മംഗളം. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഹാപ്പിയസ്റ്റ് ആയിരിക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും നല്ല കാര്യമാണ് ഈ സമയത്ത് നടന്നത് എന്ന് ഉറപ്പിച്ച് നിശ്ചയിക്കുക. അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഹൈലി പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾ വളരെ വേഗം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളും. വിഷമിച്ചുകൊണ്ട് നിങ്ങൾ കടന്നു പോകുമ്പോൾ ആ ദുഃഖത്തിൻ്റെ പീരീഡ് നിങ്ങൾക്ക് കുറേ സമയം ആയിട്ട് നീണ്ടുപോകുന്നത് കാണാം. സന്തോഷിച്ചുകൊണ്ട് ഈശ്വരനോടതായിട്ടുള്ള സമർപ്പണത്തോടു കൂടി അതിനെ അതിജീവിക്കാനായി ശ്രമിക്കുന്ന സമയത്ത് വളരെ വേഗത്തിൽ ആ അവസ്ഥകൾ നമുക്ക് കടന്നു പോകുന്നതായിട്ടും കാണാം. അങ്ങനെ കടന്നു പോയോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. ആ അവസ്ഥയിൽ അത്രയും വേഗത്തിൽ ആ മോശം കാലഘട്ടം കടന്നു പോകും. ഒരു കാര്യം പലപ്പോഴും ഞാൻ ക്ഷേത്രങ്ങളിൽ പ്രഭാഷണത്തിന് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, കട്ടിയായ കർട്ടനുള്ള സ്റ്റേജ് ആണെങ്കിലുണ്ടല്ലോ, അവിടെ ആ സ്റ്റേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കലാപരിപാടികൾ ഹൈലി പ്രൊഫഷണൽ ആയിരിക്കും. അതുപോലെ ബ്യൂട്ടിഫുൾ പ്രോഗ്രാംസ് ആയിരിക്കാറുണ്ട്. പലപ്പോഴും ചില സാരിയോ അല്ല ചെറിയ തുണിയോ ഒക്കെ വലിച്ചു കെട്ടി ഒരു കർട്ടൻ്റെ പേരിനൊരു കർട്ടനൊക്കെ ഇട്ടിട്ട് അവിടെ നടക്കുന്നുണ്ടാവും. എന്തെങ്കിലും നാടനായിട്ട് കുട്ടികൾ ഒപ്പിച്ചതായിരിക്കുന്ന കലാപരിപാടികളോ മറ്റൊക്കെ നടത്തുന്നതായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ
കഷ്ടപ്പാടിൻ്റെ കട്ടിക്കർട്ടൻ വരുമ്പോൾ ഒരിക്കലും പശ്ചാത്തപിക്കേണ്ട, വിഷമിക്കേണ്ട, ഈശ്വരനെ പഴിക്കേണ്ട. അത് തുറക്കുമ്പോൾ അതിമനോഹരമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു ദൃശ്യം നമുക്ക് വേണ്ടി തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒട്ടും മടുക്കാതെ, വിഷമിക്കാതെ അത്തരം സന്ദർഭങ്ങളിൽ കുറേയും കൂടെ ശക്തമായി ഈശ്വരൻ്റെ കൈ മുറുക്കെ പിടിക്കുക, കുറേയും കൂടെ സ്ട്രോങ് ആയിട്ട് ഈശ്വരനെ സ്നേഹിക്കുക, ഈശ്വരൻ്റെ കൂടെ മുന്നോട്ട് പോവുക. എന്നാൽ ആ വലിയ കഷ്ടകാലം വളരെ ചെറിയ ഒരു കാറ്റുപോലെ കടന്നു പോവുകയും ജീവിതം സന്തോഷം നിറഞ്ഞതാവുകയും ചെയ്യും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.